അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സുൻവോനെയും അതുപോലെ തന്നെ വക്കീലിനെയാണ്. അപ്പോൾ വക്കീൽ ഇങ്ങനെ പറയും കുറച്ചുകൂടി എവിഡൻസ് അവനെതിരായിട്ട് വേണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോയാണെങ്കിൽ അങ്ങനെ റെഡി ആയിട്ട് കിടക്കുന്ന സമയത്താണെങ്കിലും ഇവൻ്റെ അടുത്ത് കൂടുതൽ ഇങ്ങനെ ഇത് കാണിക്കില്ല കേട്ടോ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ല. അവളിങ്ങനെ അവൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കിടക്കും. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ കോണ്ടാക്റ്റ് ആകുമ്പോൾ തന്നെ ഇവളുടെ ഫോണിലേക്കാണെങ്കിലും മറ്റവൾ വിളിക്കും കേട്ടോ. ആ ഒരു ഹെൻസോ വിളിക്കുമ്പോൾ അവൾ പറയും എൻ്റെ ഒരു പേഷ്യൻ്റ് വിളിക്കണേന്നും പറഞ്ഞ് കോൾ എടുക്കുമ്പോൾ ഹെൻസോ ഈ കാര്യങ്ങളൊക്കെ പറയട്ടെ, ഞാൻ അവളായിട്ട് പരിചയപ്പെട്ടു, ഇപ്പോൾ വലിയ കമ്പനിയൊക്കെ എന്നൊക്കെ ഉള്ള കാര്യം പറയുമ്പോൾ അവൾക്ക് എന്തോ ഒരു സമാധാനമൊക്കെ ആകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോ ആണെങ്കിൽ ആ ഒരു മഴയത്ത് തന്നെ ആ ഡിക്കി തുറന്ന് നോക്കുമ്പോൾ ആ ഒരു ബാഗ് ഉണ്ടാവില്ല. അതുകൊണ്ട് അവൾക്ക് വേറെ തെളിവൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അവൾ ആ മഴയെ നനഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ ആ ഒരു നെയ്ബർ കൊടയും കൊണ്ട് വന്നിട്ട് അവളെടുത്ത് പറയും നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ആ ഞാൻ ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കൂട്ടോ. അങ്ങനെ പിറ്റേന്നാകുമ്പോൾ അവൾക്കാണെങ്കിൽ ഒരു പേഷ്യൻ്റ് വരും. ഈ ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു VIP എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടുത്തെ ആ ഒരു ദാക്യോങ്ങിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വൈഫായിരിക്കും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തേക്കാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ STD എന്ന് പറഞ്ഞ ആ ഒരു ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. അതെന്ന് പറയുന്നത് നമ്മളെ HIV ഒക്കെ പോലത്തെ ഒരു ടെസ്റ്റാണ്. അപ്പോൾ അവളിങ്ങനെ പറയും STD ആണെന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നുണ്ടാകും ഈ ഒരു STD നമുക്ക് സലൂണിൽ നിന്നും അതേപോലെ തന്നെ മുടിയൊക്കെ വെട്ടുമ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരത്തി എടുത്ത് സത്യം പറയും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിലും സലൂണിലാവണമെന്നുണ്ടെങ്കിലും 1% മാത്രമേ ചാൻസ് ഉള്ളൂ. 99% മെയിനായിട്ടും ഈ സെക്സിൽ കൂടെ തന്നെയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത് എന്ന് ആ ഒരു പേഷ്യൻ്റ് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ പുറത്താണെങ്കിൽ ഈ കെട്ടിയവനാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരത്ത് പറയും ആ ഡോക്ടർ അങ്ങനെ ഒന്നും പറയില്ലായിരിക്കൂലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും ഡോക്ടറൊന്നും അങ്ങനെ പറയില്ല എന്ന് പറയും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ആ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ഈ ഒരു വൈഫിനെ ചീറ്റ് ചെയ്യുന്നുണ്ടാകും, വേറൊരു റിലേഷനൊക്കെ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പോസിറ്റീവായിട്ടുണ്ടാവുക. ആ ഒരു സമയത്ത് പുള്ളിക്കാരത്തെ ആണെങ്കിൽ ഇറങ്ങി വന്ന് ആ ഒരു ഹസ്ബൻഡിനെ തല്ലിയിട്ട് അവളുടെ അടുത്ത് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോകും കേട്ടോ. ആ ഒരു സമയത്ത് അവളിങ്ങനെ ആ ഒരു പുള്ളിക്കാരുടെ അടുത്ത് പറയും എന്നോട് ക്ഷമിക്കണം, ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ പേഷ്യൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ രോഗത്തിനെ പറ്റി പറയേണ്ടത് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പുള്ളിക്കാരൻ പറയും എന്നോട് ക്ഷമിക്കണം, അല്ലെങ്കിലും എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഡോക്ടറിനും കുറേ എത്തിക്സ് ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിക്കാൻ പോകും കേട്ടോ. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ ഇവളുടെ കൂട്ടുകാരി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ലീത്തയോനെ വിളിച്ചിട്ട് പറയും എടാ ദാക്യോ ഇങ്ങനെ അച്ഛനായിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്, എന്തോ സീരിയസ് ആയിട്ടാണ് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ വർക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് ഓടി വരും കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവളാണെങ്കിൽ ആ ഒരു അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ടാകും ദാക്യോ ഇങ്ങനെ വേറെ റിലേഷനൊക്കെ ഉണ്ടോ, ഒരാളെ കാണുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും അവൾ ഇതിലൂട്ടും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, അവൾ അങ്ങനെ ഉണ്ടെങ്കിലും അവൾ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ ആ ശരി എന്നൊക്കെ പറഞ്ഞു വിടും. ആ ഒരു സമയത്ത് തന്നെ അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പുള്ളിക്കാരനെ പറഞ്ഞു വിടും കേട്ടോ. ആ ഡോറൊക്കെ അടച്ചു കൊടുക്കും. എന്നിട്ട് അവളോട് ചോദിക്കും നിങ്ങൾ എന്താ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും അതെന്താണ് നീ അറിയുന്നത്, ഞങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് സംസാരിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഈ ഒരു അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ അവളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും നീ വെറുതെ അല്ല ഇവിടെ ഇങ്ങനെ മാറി നിന്ന് താമസിക്കുന്നത്, ശരിക്കും ഏതാ ചെറുക്കൻ, നീ ഞങ്ങളോട് പറ, നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും ഞാൻ അതിന് ചെറിയതായിട്ടൊരു റിലേഷനായിട്ടുള്ളൂ, എനിക്ക് അങ്ങനെ സീരിയസ് ഒന്നും അല്ല, നിങ്ങളോട് ആരും ഇതൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്തായാലും ആ ചെക്കനെ വീട്ടിലോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഞാൻ മോക്ക് നല്ലൊരു ആലോചന കൊണ്ടുവരാന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും എനിക്കൊന്നും വേണ്ട ആലോചന, നിങ്ങളൊന്ന് പോകാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ പറയും എടി നീ വല്ലാതെ വണ്ണം വെച്ചിട്ടുണ്ടല്ലോ, ഡയറ്റിംഗ് ഒക്കെ ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവുക. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോ യങ്ജുനെ വിളിച്ചിട്ട് വരുമ്പോൾ എന്താ ആ ഒരു സെക്രട്ടറിനെ കാണുമ്പോൾ എന്നിട്ട് പറയും നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ട് അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് അവളിങ്ങനെ പറയുന്നുണ്ടാകും അന്ന് രാത്രി ഞാൻ എന്താ വന്നതെന്ന് നിനക്ക് അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും ഒന്നുമില്ല എന്നും പറഞ്ഞ് അവളൊന്നും പറയാതെ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഇവക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു ലീത്തയോനെ ഇവക്ക് സംശയം ഉണ്ടെന്നുള്ളൊരു കാര്യം. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു ഹെൻസോ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ അവരുടെ വീട്ടിൽ വലിയ വാക്ക് തർക്കം ഉണ്ടാവണുണ്ടിട്ട് ഇവള് നോക്കി നിൽക്കുമ്പോൾ എന്താ ഇവർ രണ്ടുപേരും തല്ല് പിടിക്കണത് അവൾ കാണും കേട്ടോ. അപ്പോൾ ഹെൻസോ ആണെങ്കിൽ നമ്മുടെ സുൻവോക്ക് ഈ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടാകും. അപ്പോൾ അവനാണെങ്കിൽ വൈന് കുടിക്കുമ്പോൾ അവൾ ചോദിക്കും നിങ്ങൾക്ക് എന്താ പാടില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ഒന്നുമില്ല ഞാൻ വെറുതെ കുടിച്ചാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ കുടിക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്നാണെങ്കിൽ നമ്മുടെ സുൻവോ ഡോക്ടറിനെ ആണെങ്കിൽ അവിടുത്തെ മെയിൻ ആളാണെങ്കിൽ ചീത്ത പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര VIP ആയിട്ടുള്ള വൈഫിൻ്റെ അടുത്താണല്ലോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അങ്ങനെ പറയണ്ടായിരുന്നു അവർ നമുക്ക് ഫണ്ട് തന്നേനെന്നൊക്കെ പറഞ്ഞ് അവളെ
ചീത്ത പറയും. അപ്പോൾ ആ ഗൈനിക്കിലെ ഡോക്ടർ ആണെങ്കിലും പറയും നീ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, അയാൾക്കടുത്ത് പോകാനൊക്കെ പറയാന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചിട്ട് പുള്ളി ക്യാബിനിലേക്ക് വരുമ്പോൾ എന്താ അവിടെ ആ പുള്ളിക്കാരത്തി ഉണ്ടാവും കേട്ടോ, ആ VVIPയുടെ ആളുണ്ടാകും. അപ്പോൾ അവളിങ്ങനെ പറയും ഞാൻ എന്തായാലും എൻ്റെ ഹസ്ബൻഡ് ക്ഷമിക്കാൻ തീരുമാനിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും അതെന്താ അങ്ങനെയെന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തി പറയുന്നുണ്ടാകും ഞങ്ങൾ ഒന്നാമത്തേൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലങ്ങളായി, പിന്നെ ഇനി ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും എനിക്ക് എന്ത് കിട്ടാനാ, എനിക്ക് ഒന്നും കിട്ടാനില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ പൈസ നല്ല രീതിക്ക് അടിച്ചു പൊളിച്ച് ചിലവാക്കാൻ പോകണാണ്, ഇനി ഡിവോഴ്സ് ആയാലും എനിക്ക് തന്നെയാണ് കുറവായിട്ടുള്ളത്, അദ്ദേഹത്തിന് ഇത്ര പൈസയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു പുള്ളിക്കാരത്തെ ഡിവോഴ്സ് ചെയ്യില്ല എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കും. അല്ലെങ്കിലും ആണുങ്ങൾക്കൊക്കെ ഒരു പെണ്ണിലൊന്നും അങ്ങനെ ഒതുങ്ങി തീരില്ല, ആണുങ്ങളുടെ സ്വഭാവമൊക്കെ അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരത്തി പറയുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ രാത്രി ആകുമ്പോൾ ലിത്തയോ ആണെങ്കിൽ അവളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഇവൾ ചോദിക്കും എങ്ങടെ പോണെന്ന് നോക്കുമ്പോൾ അവൻ പറയും എനിക്കൊരു വർക്ക് വന്ന് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഇവളാണെങ്കിൽ ഹെൻസോൻ ഇങ്ങനെ മെസ്സേജ് അയക്കും എടി ലിത്തയോ പോയിട്ടുണ്ട്, നീ അവനൊന്ന് ചെക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ബാറിൽ നിന്ന് ഇറങ്ങി ആ ഒരു റൂമിലേക്ക് പോകുമ്പോൾ എന്താ ഇവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഇവളിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു സംഭവം ഓണാക്കി വെക്കും, ആ ഒരു ക്യാമറ ഓണാക്കിയിട്ട് ഇവളെ ഇറങ്ങുമ്പോൾ എന്താ ആ ഒരു ബോയ് ഫ്രണ്ട് പറയും നീ എന്ത് ഇവിടെയാണ് താമസിക്കുന്നത്, പുതിയ ആളൊക്കെ കിട്ടിയോ, എങ്ങനത്തെ ആളാണ്, റിച്ച് ആയിട്ടുള്ള ആളാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും നീ ഒന്ന് പോയേ, നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ പറയുമ്പോൾ അവൻ പോവില്ല കേട്ടോ. അപ്പോൾ ഇവള് കയറി പോകുമ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരത്തില്ലേ ദാക്യോങ്ങിൻ്റെ റൂമിൽ വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഇവള് പറയും അത് അടിക്കലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അവനിക്കാണെങ്കിൽ ഇവരുടെ ഈ പ്ലാനൊക്കെ അറിയാമായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു ലിത്തയോ ആണെങ്കിൽ ഡോർ തുറക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോക്കാണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് കിട്ടില്ല, മെസ്സേജ് റിപ്ലൈ ഉണ്ടാവില്ല. അങ്ങനെ ഇവളാണെങ്കിൽ നമ്മുടെ ലിത്തയോനെ വിളിക്കുമ്പോൾ എന്താ ലിത്തയോ ആണെങ്കിൽ അവളുടെ കൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും നീ എന്നാൽ കിടന്നോ ഞാൻ ലേറ്റ് ആവെന്ന് പറയുമ്പോൾ അവൾ പറയും ആ ഓക്കെ ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ മറ്റവർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. അങ്ങനെ സുൻവോക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടം വന്നിട്ട് അവളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ജോഗിങ് പോലെ ഇറങ്ങും. അങ്ങനെ ഇറങ്ങുമ്പോൾ എന്താ ആ ഒരു നെയ്ബർ ഇവളിങ്ങനെ ജോഗിങ് ചെയ്യണ കണ്ടിട്ട് ഇവനാണെങ്കിൽ അവളുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയും നിനക്ക് എന്താ പറ്റിയത്, ഈ സമയത്ത് എന്താ ജോഗിങ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും എനിക്ക് മനസ്സിനെന്തോ ഒരു ഇതില്ല, ഉഷാറില്ല, അതുകൊണ്ട് ഞാൻ ജോഗിങ് ചെയ്താണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എൻ്റെ പണി കഴിഞ്ഞ് വന്നാണെന്ന് നോക്കുമ്പോൾ അവൻ പറയും ആ അതെ ഞാൻ അന്നൊരു ദിവസം ആ ഒരു മരണത്തിൻ്റെ ആ സമയത്ത് പാർക്കിംഗ് ലോട്ടിൽ നീ കണ്ട കാര്യം ഞാനും കണ്ടിരുന്നു എന്നിങ്ങനെ പറയട്ടോ. നിനക്കപ്പോൾ ലിത്തയോനെ പറ്റി അറിയാലേ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ആ അറിയാം, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയില്ല, ഡിവോഴ്സ് ചെയ്യണോ വേണ്ടെന്നൊന്നും എനിക്കൊരു ഇതില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും നമുക്ക് വേണമെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കണമെന്ന് ചോദിക്കും കേട്ടോ, ഒരുമിച്ച് സോജ് കുടിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും നമുക്ക് പിന്നെ ആവാന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അങ്ങനെ ജോഗിങ്ങിന് പോകും. അപ്പോൾ ഈ ഒരു നെയ്ബറിൻ്റെ വൈഫാണെങ്കിൽ അവൻ്റെ കാറിൽ ഇങ്ങനെ ലൊക്കേഷൻ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ടാക്കും. അപ്പോൾ ഇവൾ നോക്കുമ്പോൾ എന്താ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഇവനെ കൂടുതലങ്ങ് മൈൻഡൊന്നും ചെയ്യുന്നുണ്ടാവില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്ന് അവൾ ജോലിക്ക് വരുമ്പോൾ എന്താ ആ ഒരു ഹെൻസോടെ ബോയ് ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ടാകും. അങ്ങനെ ഇവൻ വന്നിട്ട് ഇങ്ങനെ പറയും നിനക്ക് ആവശ്യമിതല്ലേ എന്നും പറഞ്ഞിട്ട് ആ ഒരു മെമ്മറി കാർഡ് കാണിക്കട്ടോ. അപ്പോൾ അവളത് മേടിക്കാൻ വരുമ്പോൾ അവനത് കൊടുക്കില്ല. എന്നിട്ട് പറയും നിനക്കിത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് $3000 തന്നെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തരാമെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും എൻ്റെ കയ്യിലൊന്നും ഈ പൈസ ഒന്നുമില്ല, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ കെട്ടിനടുത്ത് പറയാം നീ ഇങ്ങനെ ഹെൻസോനെ വെച്ചിട്ട് നിൻ്റെ ആ ഒരു ഹസ്ബൻഡിനെ ഫോളോ ചെയ്ത കാര്യമൊക്കെ ഞാൻ പറയാമെന്ന് പറയുമ്പോൾ അവൾ പറയും നീ എന്തെങ്കിലും കാണിക്കാൻ പറയും കേട്ടോ, ഹെൻസോൻ ഇപ്പം എങ്ങനെയാണ് അവൾ സേഫ് ആണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും നീ ഇനി അവളെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല, അവൾക്ക് നിന്നെ ഇഷ്ടമല്ല, അവൾക്ക് നിന്നെ ഇനി കാണണ്ടെന്നാ പറഞ്ഞേക്കണേന്നും പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവളുടെ ആ ഒരു ഓഫീസിലേക്കാണെങ്കിൽ മറ്റവൻ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ടാകും ആ ഒരു നെയ്ബർ. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും നീ ഒരു സ്ട്രോങ് വുമണാന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവൻ വിളിച്ചിട്ട് പറയും നിനക്ക് ഗിഫ്റ്റ് ഇഷ്ടമായെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും നീ എന്തിനാ എനിക്കിങ്ങനെ ഗിഫ്റ്റ് അയച്ചെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതൊന്നും സാരമില്ല നീ കയ്യിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ അത് കഴിയുമ്പോൾ അടുത്ത പേഷ്യൻ്റ് വരും, മുന്നേ വന്നിരുന്ന പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ അവളിങ്ങനെ പറയും വേറെ വ്യത്യാസമൊന്നുമില്ല, അലർജി ടെസ്റ്റൊക്കെ നോർമലാണ്, എന്തായാലും നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറയും എനിക്ക് എൻ്റെ രോഗം എന്താണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട എന്നിങ്ങനെ പറയും കേട്ടോ, ഞാൻ ഇവിടുന്ന് തന്നെ മരുന്ന് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അവൾ പറയും ഒരിക്കലും അങ്ങനെ നിൽക്കരുത്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുടെ നിന്ന് സഹായം തേടണം, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യരുതെന്ന് പറയുമ്പോൾ അയാളിങ്ങനെ പറയും അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ചതിക്കുന്നുണ്ടോ, അത് മാത്രമല്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യല്ലേ, നിങ്ങൾക്കും ഇതേപോലെ പ്രൊഫഷണലിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ സഹായം തേടുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളാകെ വണ്ടറടിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദാക്യോങ് ആണെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ ബാത്റൂമിലൊക്കെ പോയിട്ട് വൊമിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ മറ്റവളാണെങ്കിൽ നമ്മുടെ സുൻവോടെ നെയ്ബർ ആണെങ്കിൽ കണ്ടിട്ട് പറയും എനിക്ക് 3 ചേച്ചിയാണുള്ളത്, അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയവരെ കണ്ട് എനിക്ക് മനസ്സിലാവും എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തി പറയും അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്ന് പറയുമ്പോൾ അവൾ പറയും നീ
നിൻ്റെ വിചാരം എന്താ? നീ ഇങ്ങനെയൊക്കെ ചെയ്താലും ആ ഒരു സുൻപോന്തൊന്നും അറിയുന്നില്ല എന്നാണോ? എന്തായാലും അവൾ നിൻ്റെ അത്ര പൊട്ടിയൊന്നും അല്ലാന്നും പറഞ്ഞ് അവൾ അങ്ങ് പോകുമ്പോൾ ഇവക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെ ആകട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദാക്യോങ് ആണെങ്കിൽ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അമ്മ വന്നിട്ട് പറയുമ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്നും പറഞ്ഞ് അവളെ വിളിച്ചോണ്ടും പോയി കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ അവൾക്കാണെങ്കിൽ വലിയ മൂടൊന്നും ഉണ്ടാവില്ല. അപ്പം അമ്മ പറയും ഇതേ നല്ല ഭംഗിയുണ്ടെന്നും പറഞ്ഞ് കൊച്ചുങ്ങളുടെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അവൾ പറയും ആരാ എന്നെ പ്രഗ്നൻ്റ് എന്ന് പറയുമ്പോൾ അമ്മ പറയും എൻ്റെ കൂട്ടുകാരുടെ മോള്, അവൾക്ക് 20 വയസ്സുള്ളൂ, അവൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സുൻവോയും അതുപോലെ തന്നെ ഹസ്ബൻഡും കൊച്ചൊക്കെ ആണെങ്കിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാക്കും. അങ്ങനെ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ എന്താ ഇവളുടെ അമ്മയും ഇറങ്ങി വരുന്ന കണ്ടിട്ട് നമ്മുടെ പെങ്കൊച്ച് ചോദിക്കും നിങ്ങളെന്താ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വന്നാണെന്ന് നോക്കുമ്പോൾ ആ ഒരു അമ്മ പറയും അല്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ പക്ഷെ ഞങ്ങൾ ടേബിൾ റിസർവ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റിലോട്ട് പോകണമെന്ന് പറയുമ്പോൾ അവൾ പറയും ഞങ്ങൾ ഓൾറെഡി ഒരു ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ട്, അന്ന് അങ്ങോട്ട് വന്ന് നമുക്ക് ജോയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരി പറയും എൻ്റെ ഹസ്ബൻഡ് ഇപ്പം തന്നെ വരും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലെങ്കിൽ ഞങ്ങളും വരാമെന്നും പറഞ്ഞ് അവരങ്ങനെ ഒരുമിച്ച് ഡിന്നർ കഴിക്കണമായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ ഇവളോട് ഇങ്ങനെ ചോദിക്കും നിൻ്റെ ഡേറ്റിംഗ് ലൈഫൊക്കെ എങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലീത്തയോ ഭയങ്കര ചുമയായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് അച്ഛനിങ്ങനെ പറയും അവളെല്ലാവരോടും ഭയങ്കര സോഷ്യലാണ്, അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ യങ്ജിൻ എണീച്ചിട്ട് പറയും എനിക്ക് ഹോംവർക്ക് ഉണ്ട് ഞാൻ പോവാന്ന് പറയുമ്പോൾ അവനും എണീച്ച് അങ്ങ് പോകും കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവക്കും ആണെങ്കിൽ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും അല്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഭയങ്കര ലോയലായിട്ടാണ് നിൽക്കുന്നത്, എനിക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, അല്ലെങ്കിലും ഈ ബോധമില്ലാത്തവരൊക്കെയാണ് ഈ കല്യാണം കഴിച്ച ചെക്കന്മാരുടെ പുറകെ നടക്കണേന്നൊക്കെ പറയുമ്പോൾ അവൾക്കതൊന്നും ഇഷ്ടപ്പെടാതെ അവളാണെങ്കിൽ റൂമിലേക്ക് വരും കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ സുനുവിനെ വിളിച്ചിട്ട് പറയും നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ ആ ഒരു ഇത് ആരോടും പറയില്ല എന്നുള്ള കാര്യം, നിങ്ങളൊരു ഡോക്ടർ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയും പിന്നെ നീയല്ലേ പറഞ്ഞത് നീ ആ ഒരു പുള്ളിക്കാരൻ്റെ ഒപ്പം താമസിക്കുമെന്ന്, എന്നിട്ട് ഇത്ര നാളും താമസിച്ചില്ലല്ലോ, എന്തായാലും വീട്ടുകാരും കൂടി അറിയട്ടെ അതാവുമ്പോൾ ഇത്തിരി എളുപ്പമാവില്ലെന്ന് പറയുമ്പോൾ അവൾക്കാകെ ടെൻഷൻ അടിച്ചിട്ട് സിഗരറ്റ് വലിക്കാമെന്ന് ഓർക്കുമ്പോൾ വേണ്ടാന്ന് ഓർക്കും കൊച്ചിൻ്റെ ആ ഒരു ഹെൽത്തിനെ ഓർത്തിട്ട്. ആ ഒരു സമയത്ത് ഹെൻസും അങ്ങോട്ടേക്ക് വരുമ്പോൾ അവളുടെ മുഖത്തൊക്കെ ആണെങ്കിൽ ആകെ പാടായിരിക്കും. അപ്പോൾ അവൾ ചോദിക്കുമ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ നിൻ്റെ റൂമിലൊന്ന് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അവരെങ്ങനെ സംസാരിക്കും. അപ്പോൾ ഹെൻസ് പറയും ഞാൻ എന്തായാലും എൻ്റെ കൊച്ചിനെ അബോട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ട് എപ്പോഴും എന്നെ തല്ലും, അത് മാത്രമല്ല ഞാനൊരു സ്റ്റേബിളും ആയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ പൊട്ടിക്കരട്ട് പറയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച ഒരാളായിട്ടാണ് റിലേഷനിൽ ഉണ്ടായതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരത്തി ആണെങ്കിൽ പൊട്ടിക്കരയും കേട്ടോ. എന്നിട്ട് ഇവളുടെ വിഷമങ്ങളൊക്കെ പറയും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഹെൻസോ ആണെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ പെങ്കൊച്ചിനെ കേൾപ്പിച്ച് കൊടുക്കണമായിരിക്കും കേട്ടോ. അവളാണെങ്കിൽ ലൈവായിട്ട് എല്ലാം കേൾക്കുന്നുണ്ടാകും. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ നെയ്ബർ ആണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും നീ തീരുമാനിച്ചോ എന്ന് നോക്കുമ്പോൾ അവൾ പറയും ഇല്ല തീരുമാനിച്ചില്ല, ഡിവോഴ്സ് ചെയ്യണോ വേണ്ടെന്നും തീരുമാനിച്ചില്ലാന്ന് പറയും. അപ്പോൾ അവനിങ്ങനെ പറയും നീ ഫ്രീ ആണെങ്കിൽ നാളെ നമുക്ക് മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് അവളങ്ങനെ അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് റെഡി ആവും കേട്ടോ. അപ്പോൾ ഈ കൊച്ചൊക്കെ ചോദിക്കുന്നുണ്ടാകും മമ്മി ഇത് എവിടെ പോണത് ഭയങ്കര ഓവറായാലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ ചോദിക്കും ഓവറായോ എന്ന് ചോദിക്കുമ്പോൾ ഓവറൊന്നും ആയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറയും നിങ്ങൾ ഫുഡ് കഴിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഇവനെ കണ്ട് മീറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഹോട്ടലിലേക്കാണെങ്കിൽ താമസിക്കാൻ വേണ്ടിയിട്ടൊരു ഡോക്ടർ വരും. ഇതൊരു സൈക്കോളജിസ്റ്റ് ആണ്. എന്നിട്ട് ഈ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോൾ അവളിങ്ങനെ പറയും എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും നിനക്ക് വേണമെങ്കിൽ അവനക്ക് പ്രതികാരം ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആ ഒരു റൂമിൻ്റെ കാർഡ് കൊടുക്കും കേട്ടോ. കാർഡ് എടുത്തിട്ട് പറയും നിനക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അത് നിൻ്റെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു പക്ഷെ അവന് പ്രതികാരം ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിക്കും പ്രതികാരം ചെയ്യാം, ഫിസിക്കലി ഇതായിട്ടും പ്രതികാരം ചെയ്യാന്നുള്ള രീതിക്ക് തന്നെ നിൽക്കുമ്പോൾ അവളത് ഒരുപാട് ആലോചിച്ചിട്ട് പോകാൻ തന്നെ തീരുമാനിച്ച് ലിഫ്റ്റിൽ കയറുമ്പോൾ മറ്റേ ആ ഒരു ഡോക്ടറിനെ കാണും കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ ആ ഒരു റൂമിലോട്ട് കയറി അവർ രണ്ടുപേരും തമ്മിൽ ചെറുതായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ അതൊക്കെ കഴിയുമ്പോൾ അവൻ്റെ വൈഫാണെങ്കിൽ ലൊക്കേഷൻ നോക്കുമ്പോൾ എന്താ ഇങ്ങനെ ഒരു ഹോട്ടലിലായിരിക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ ആകും. എന്നിട്ട് ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഇവള് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെങ്ങനെ പറയും നീ ഇതെങ്ങടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്ക് ഫാമിലി ഉണ്ട് എനിക്ക് പോകണ്ടേന്ന് പറയുമ്പോൾ അവൻ പറയും നീ എന്തിനാ വെറുതെ മൂഡ് മാറ്റണേന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് അവളിങ്ങനെ വന്നിട്ട് പറയും ഞാനപ്പോൾ നിൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ പറയണോ അതും നീ പറയണോന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും നീ ഇതെന്തൊക്കെയാണ് പറയണമെന്ന് പറയുമ്പോൾ അവൾ പറയും നീ അപ്പോൾ എന്താ വിചാരിച്ചത് ഞാൻ അവനിക്ക് പ്രതികാരമായിട്ട് ചെയ്യുന്നല്ലേ, ഞാനത് അവനിക്ക് പ്രതികാരമായിട്ട് മാത്രമല്ല നീയും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. നിൻ്റെ ഈ ഒരു ജീവിതം നീ എപ്പോഴെങ്ങനെ അവസാനിപ്പിക്കണേന്ന് നോക്കിട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിക്കാണെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം പറയുമ്പോൾ ഇവനിക്കാണെങ്കിൽ വല്ലാത്തൊരു ഇതാകും, വൈഫിനോട് പറഞ്ഞ് കഴിഞ്ഞാൽ സീനാകുമല്ലോ. അപ്പോൾ അവനിങ്ങനെ പറയും നീ അപ്പോൾ എന്നെ ഇതാക്കിയതാണല്ലേ
ചതിച്ചതാണെന്ന് പറയുമ്പോൾ അവൾ പറയും ലിത്തയുടെ പേരിലുള്ള അക്കൗണ്ട്സും അവൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് വേണം, അത് മര്യാദക്കാക്കി തന്നോ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയുമെന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് അവൾ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കും. മറ്റേ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഇവൾക്കൊരു പെൻഡ്രൈവ് കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും പറഞ്ഞ് ഇവളത് നോക്കുമ്പോൾ എന്താ അതിലിങ്ങനെ ആ ഒരു യങ്ജുൻ എടുത്തൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് എടുത്തു കഴിയുമ്പോൾ ഈ ഒരു അച്ഛനും അതുപോലെ തന്നെ ഈ ഒരു ദാക്യോങ്ങിൻ്റെയും ആ ഒരു സംഭവം കണ്ടിട്ട് ഇവനാണെങ്കിൽ ക്യാമറ അവിടെ ഇട്ടിട്ട് ഓടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ക്യാമറയാണെങ്കിൽ ഈ പുള്ളിക്കാരെടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവക്ക് മനസ്സിലാകും, കൊച്ചിനും അറിയാമെന്നുള്ളൊരു കാര്യം. അപ്പോൾ സുൻവോയ് ആണെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ ആ ഒരു ജീവിതത്തിൽ നിന്ന് വേറെ പിരിച്ച് മാറ്റണം എന്നുള്ളൊരു ഇതിനകത്ത് പുള്ളിക്കാരത്തി അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 4 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.